ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ടിപ്സുകൾ ദോശമാവും കോൾഗേറ്റും കൊണ്ടുള്ള ടിപ്സുകളാണ് കേട്ടോ. അതുമാത്രമല്ല വേറെയും ടിപ്സുകളുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ദോശമാവ് എടുത്തിട്ടുണ്ട്. നമ്മൾ ദോശയൊക്കെ ചുട്ട ശേഷം ആ പാത്രത്തിലിരിക്കുന്ന ആ മാവൊന്ന് നമ്മൾ എടുത്താൽ മതി കേട്ടോ. അധികം വേണ്ട, നമുക്ക് കുറച്ച് മാത്രം മതി. അതിലേക്ക് ഞാൻ ഇവിടെ കോൾഗേറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ കുറച്ച് കോൾഗേറ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോൾഗേറ്റ് ദോശമാവും കൊണ്ടൊക്കെ കുറേ നല്ല ടിപ്സുകളുണ്ട്. അപ്പോൾ ഞാൻ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂണ് കൊണ്ട് അതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ കോൾഗേറ്റും അതുപോലെ തന്നെ ദോശമാവും നല്ലതുപോലെ മിക്സ് ആവണം. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് കുറേ ഉപകാരങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഈ സ്വിച്ച് ബോർഡൊക്കെ നല്ലതുപോലെ കറുത്തിരിക്കുന്ന സ്വിച്ച് ബോർഡൊക്കെ വൃത്തിയാക്കാനുള്ള ഏറ്റവും നല്ല ടിപ്സാണ് കേട്ടോ ഇത്. അപ്പോൾ അതാ നമ്മുടെ വീട്ടിലുള്ള സ്വിച്ച് ബോർഡും അതുപോലെ തന്നെ ആ ഒരു ചെവിരിൻ്റെ ഭാഗമൊക്കെ നല്ലതുപോലെ കറുത്തിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കൈകൊണ്ട് സ്വിച്ചൊക്കെ ഇടുമ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കയ്യിലൊക്കെ എന്തെങ്കിലും അഴുക്കമൊക്കെ പറ്റിയിരുന്നു കഴിഞ്ഞാൽ അതെല്ലാം ആ സ്വിച്ചിലാവും. അപ്പോൾ ഇതുപോലെ കറുത്ത് വൃത്തിയില്ലാതാവും കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതിനെ ഒന്ന് മുക്കി നല്ലതുപോലെ തേച്ച് കൊടുക്കുക. ആ ഒരു സ്വിച്ചിൻ്റെ ഭാഗത്തൊന്നും കൂടുതൽ നനവോ ഒന്നും തട്ടാത്ത രീതിയിൽ വേണം നമ്മളത് തേച്ച് കൊടുക്കാൻ. അപ്പോൾ നനവൊക്കെ തട്ടിക്കഴിഞ്ഞാൽ എർത്ത് വരും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം അത് നല്ലതുപോലെ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എർത്തൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ ഇത് രണ്ടും ഉപയോഗിച്ചാണ് നമ്മൾ തേച്ച് കൊടുക്കുന്നത്. ആ തേക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ, നല്ലതുപോലെ സ്വിച്ചൊക്കെ നല്ലതുപോലെ വെളുത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് നല്ലതുപോലെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അവിടെ മാത്രമല്ല ആ ഒരു ചെവിരിൻ്റെ ഭാഗമൊക്കെ അഴുക്ക് പറ്റിയ ഭാഗത്തൊക്കെ നമ്മൾ ഇതുകൊണ്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് നല്ലതുപോലെ വൃത്തിയാക്കാൻ പറ്റും. അപ്പോൾ കോൾഗേറ്റ് ആണെങ്കിൽ നമുക്ക് ഇതിന് മാത്രമല്ല കേട്ടോ, പല കാര്യങ്ങൾക്കും നമുക്ക് കോൾഗേറ്റ് കൊണ്ട് നമുക്ക് നല്ല പ്രയോജനമാണുള്ളത്. നല്ലതുപോലെ വെളുക്കാൻ പറ്റിയ ഒരു നല്ലൊരിതാണ് കേട്ടോ കോൾഗേറ്റ്. അപ്പോൾ ഞാൻ അതവിടെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ നല്ലതുപോലെ തുടച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയില്ല, നല്ലതുപോലെ കറുത്ത സ്വിച്ച് ബോർഡായിരുന്നു. ഇപ്പോൾ നല്ലതുപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ തുടയ്ക്കുമ്പോൾ വെള്ളമൊന്നും തൊടാതെ തന്നെ അത് നല്ലതുപോലെ തുണി കൊണ്ട് തുടച്ചെടുക്കണം കേട്ടോ. ഇനി അടുത്ത കോൾഗേറ്റും അതുപോലെ തന്നെ മാവും കൊണ്ടുള്ള അടുത്ത ടിപ്സ്, നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആ ബാക്ക് ഭാഗത്തൊക്കെ നല്ലതുപോലെ അഴുക്ക് പറ്റാറുണ്ട്. അപ്പോൾ അത് വൃത്തിയാക്കാനും നമുക്ക് സോപ്പോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഇതുകൊണ്ട് തന്നെ നമുക്ക് നല്ലതുപോലെ വൃത്തിയാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഒരു ബ്രഷ് നമുക്ക് ഇതിന് വേണ്ടി വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ അത് തേച്ച് നമുക്ക് വൃത്തിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അതവിടെ ആ ദോശമാവും അതുപോലെ തന്നെ കോൾഗേറ്റും കൊണ്ട് ഞാൻ നല്ലതുപോലെ ആ ബ്രഷ് ഇത് മിക്സിയുടെ ജാറിൻ്റെ ബാക്ക് ഭാഗമൊക്കെ ഞാൻ നല്ലതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ മിക്സിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്ക് വരെ നമുക്കിത് കൊണ്ട് നീക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒന്ന് ഞാൻ നല്ലതുപോലെ തേച്ച് വൃത്തിയാക്കിയ ശേഷം നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, തേക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്തുള്ള എല്ലാ അഴുക്കും പോയി കിട്ടുന്നുണ്ട്. അതിൻ്റെ അകത്ത് മാത്രമല്ല ആ പുറത്തും അതുപോലെ തന്നെ ആ സ്റ്റീൽ ഭാഗത്തൊക്കെ നമ്മൾ ഈ ബ്രഷും ബ്രഷ് കൊണ്ട് നല്ലതുപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ വെട്ടി തിളങ്ങും കേട്ടോ. അപ്പം നമ്മളിങ്ങനെയൊക്കെ നല്ലതുപോലെ മിക്സിയുടെ ജാറൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്ക് ഈ ജാറൊക്കെ കേട് വരാതെ തന്നെ സൂക്ഷിക്കാൻ പറ്റും. ഈ അഴുക്കൊക്കെ പറ്റി അത് പെട്ടെന്ന് ഇല്ലാതായി പോവാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നല്ലതുപോലെ തേച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് തേച്ച് കഴുകുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ, നല്ലതുപോലെ വെട്ടി തിളങ്ങുന്നുണ്ട് നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടിപ്സുകളാണ്, എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന നല്ല ടിപ്സുകളാണ്. ഇപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറ് കണ്ടപ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ വെളുത്തിട്ടുണ്ട്. അപ്പോൾ ദോശമാവും കോൾഗേറ്റും കൊണ്ട് ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ സിങ്കൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ എണ്ണ മെഴുക്കും അതുപോലെ തന്നെ ആ വൃത്തിയില്ലാതൊക്കെ കിടക്കുന്ന സിങ്കിലൊക്കെ നമ്മൾ കുറച്ച് ദോശമാവ് ഈ കോൾഗേറ്റും കൂടി ഇതുപോലെ ഒന്ന് വീറ്റിയ ശേഷം, സോപ്പ് ഒന്നും ഞാൻ ചേർക്കുന്നില്ല, അതിനുശേഷം നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് തേച്ച് കഴുകുകയാണെങ്കിൽ ആ ഒരു വഴുവഴുപ്പ് എല്ലാം മാറിക്കിട്ടും കേട്ടോ, നല്ലതുപോലെ വൃത്തിയായി കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ ദോശമാവും കോൾഗേറ്റും കൂടെയൊക്കെ ചേർത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ തേച്ച് കഴുകുകയാണ്.
അപ്പോൾ ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് കഴുകിയ ശേഷം നമുക്ക് ആ ഒരു സിങ്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ ആ ഒരു മെഴുമെഴുപ്പ് എല്ലാം മാറി നല്ലതുപോലെ ക്ലീൻ ആവും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടിപ്സുകളാണ്. അപ്പോൾ ദോശമാവൊക്കെ നമ്മൾ ഇതുപോലെ പാത്രങ്ങളിലൊക്കെ ഇതുപോലെ മിച്ചം വരുമ്പോൾ നമ്മൾ കളയാതെ അതൊരു പാത്രത്തിലാക്കിയ ശേഷം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ ഇപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ മല്ലിയിലയും പുതിനയിലയൊക്കെ നമുക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അഴുകിപ്പോകാറുണ്ട്. അപ്പോൾ ഈ പുതിനയിലയൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ബോട്ടിലിൽ നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ ഒന്ന് വച്ച് കൊടുത്ത ശേഷം നമ്മൾ ഈ പുതിനയിലയൊക്കെ അതിൻ്റെ ഇല മാത്രം ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ മൂടി വെച്ച് ഒന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം നമുക്ക് ഒരു പുതിനയില നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങൾ പുതിനയില വാങ്ങിക്കുമ്പോൾ ഇതുപോലെ കുറച്ചൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ആ ഒരു പുതിനയില നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോവല്ലേ.